ഹലോ ഹായ്. ഇന്നത്തെ വീഡിയോ മോര് ചേർക്കാണ്ട് മോര് കറി വയ്ക്കുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ വയ്ക്കുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത്. അതിന് ആദ്യം തന്നെ വീട്ടിലുണ്ടായ ചേമ്പാണ്. ചേമ്പ് തൊലി കളഞ്ഞ് അത് ക്ലീൻ ചെയ്ത് നമുക്ക് ചട്ടിയിലേക്ക് ചെറുതാക്കി നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യമായ കുറച്ച് ചേരുവകകളും നമുക്ക് ചേർത്ത് കൊടുക്കാം, വേവിക്കാൻ ആവശ്യമായിട്ടുള്ളത്. ആദ്യം ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ചേമ്പ് വേവുന്നതിന് ആവശ്യമായ ഉപ്പ്, ഒരു കതിര് കറിവേപ്പില, പിന്നെ ചേമ്പ് വേവുന്നതിന് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുത്ത് അത് ഗ്യാസിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ചേമ്പ് പെട്ടെന്ന് വേവുന്ന ഒരു ഐറ്റം ആയതുകൊണ്ടാണ് ഞാൻ ചട്ടിയിൽ വെച്ചിരിക്കുന്നത്. കുക്കറിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അത് വെന്ത് കഴിഞ്ഞു. അത് നമുക്കൊന്ന് പതുക്കെ കൈ കൊണ്ട് പ്രസ് ചെയ്ത് നോക്കിയാൽ വെന്തത് അറിയാം. അത് നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പം പിന്നെ അതിലേക്ക് ആവശ്യമായ കുറച്ച് ചേരുവകൾ മിക്സിയിൽ അരപ്പിനായിട്ട് എടുക്കാം. ആദ്യം 2.5 കയ്യിൽ തേങ്ങയാണ് ചിരവിയതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 2 വലിയതാണെങ്കിൽ 2 അല്ലി വെളുത്തുള്ളി, എരിവിനാവശ്യമായ പച്ചമുളക്, പിന്നെ ഞാൻ 4 മണി കുരുമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു കതിര് വേപ്പിലയും ഞാൻ മിക്സിയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മോര് ചേർക്കാത്തത് കൊണ്ട് മോരിന് പകരം ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് മാങ്ങയാണ്. പുളിക്ക് ചേർത്തേക്കുന്നത് മാങ്ങയാണ്. അത് നല്ലോണം തേങ്ങയും മാങ്ങയും ഒക്കെ കൂടി അരച്ച് എടുക്കാം. പിന്നെ ഞാൻ ജീരകം അപ്പം ചേർക്കാൻ മറന്നതുകൊണ്ട് ഞാൻ ജീരകപ്പൊടി ഇട്ട് ഒന്നും കൂടി മിക്സ് അരച്ച് എടുത്തിട്ടുണ്ട്. അത് നല്ല പോലെ വെണ്ണ പോലെ അരച്ചെടുത്ത് വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ ചേമ്പ്, ആ ചേമ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പൊന്ന് നന്നായി തിളച്ച് ഒന്ന് വെന്ത് കിട്ടണം. അതിൽ മാങ്ങ ചേർത്തിട്ടുള്ള കാരണം മാങ്ങയും ഒന്ന് വെന്ത് കിട്ടണം. പെട്ടെന്ന് വേവുന്നതാണ്. അതിന് ശേഷം നല്ലോണം തിളച്ച് വെന്ത് കഴിയുമ്പോൾ ഗ്യാസ് ഓഫാക്കാം. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്ന മാങ്ങ, അതായത് അരപ്പിൽ ചേർത്ത് കൊടുത്തിരിക്കുന്ന മാങ്ങ പീസസ് ഫ്രോസൺ മാങ്ങയാണ്. അതാണ് കുറച്ച് കളറിന് വ്യത്യാസം വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ചട്ടി വെച്ച് കാച്ചാനായിട്ടുള്ള ചട്ടി വെച്ച് എണ്ണ നല്ലോണം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് 4 മണി ഉലുവ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യമായ വറ്റൽമുളക്, പിന്നെ കറിവേപ്പില, അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുത്ത് നല്ലോണം മൂപ്പിച്ചെടുക്കാം. ചേമ്പ് മോരുകറി അതുപോലത്തെ നാടൻ കറികൾ നമ്മൾ ചട്ടിയിൽ വെച്ച് കുറച്ച് കഴിയുമ്പോൾ എടുത്ത് കറി ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റിന് സാധ്യതയുണ്ട്. പിന്നെ ഈ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന കടുകും ഒക്കെ നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് മൂടി വെച്ച് കുറച്ച് കഴിയുമ്പോൾ എടുത്ത് ഉപയോഗിക്കാം. ഇതാണ് ഇന്നത്തെ വീഡിയോ. ചേമ്പല്ല, മോര് ചേർക്കാത്ത മോരുകറി, മാങ്ങ ചേർത്ത മോരുകറി. മറ്റൊരു വീഡിയോയുമായി കാണാം.